ബഹുമാന്യ MLA 5 വർഷക്കാലം അസംബ്ലിയിൽ ഏറ്റവും കൂടുതൽ സബ്മിഷനൊക്കെ ഉന്നയിച്ചു എന്ന് പറയുന്നു. പക്ഷേ അസംബ്ലി രേഖകൾ പരിശോധിച്ചാൽ ഒരിക്കൽ പോലും അദ്ദേഹം എപ്പോഴെങ്കിലും കേന്ദ്ര ഗവൺമെന്റെന്നോ നരേന്ദ്രമോദിയെന്നോ ഒരു വാദം ഉന്നയിച്ചിട്ടില്ല. അദ്ദേഹം, ഞാൻ പറഞ്ഞു, രാഷ്ട്രീയ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം സംവദിക്കുന്നവരാണ്. ഞാൻ കുണ്ട്രയിൽ 43 വർഷക്കാലമായി 85 മുതൽ 82 തുടങ്ങിയാണെങ്കിൽ 85 മുതൽ കുണ്ട്ര മുക്കടയിലുള്ള ആളാണ്. ഏത് കടത്തണ്ണയിലും കാണുന്ന ഒരാളാണ്. MLAയുടെ ഭാഗത്ത് നിന്ന് രാഷ്ട്രീയ പ്രസംഗം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഒരു രാഷ്ട്രീയ പ്രസംഗത്തിൽ പോലും അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനായി പാട്ടൊക്കെ പാടും. പാട്ട് പാടുന്നത് നല്ല കാര്യം തന്നെയാണ്, അതല്ലല്ലോ വേണ്ടത്. ഒരു പൊതുപ്രവർത്തകൻ രാഷ്ട്രീയം പറയണം. രാഷ്ട്രീയ പ്രസംഗമേ MLAയിൽ നിന്ന് കേട്ടിട്ടില്ല. അതൊരു വലിയ അപകടകരമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് തലച്ചോറുകൊണ്ടുള്ള രാഷ്ട്രീയമാണ്, ഹൃദയം കൊണ്ടുള്ള രാഷ്ട്രീയമല്ല. ആ അപകടം കുണ്ട്രക്കാർ കൊണ്ടുവന്നുള്ള വസ്തുത. നല്ല അടിപൊളി ചോദ്യമായിരുന്നു കേട്ടോ. അതെന്തായിരിക്കും കേസ് പുള്ളി BJPയെ പറ്റിയൊന്നും പറയാത്തത്? അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യണേ.